ഹായ്, ഞാൻ ഇപ്പോൾ ഉള്ളത് ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ജയ്സൽമീറിലേക്ക് പോകാൻ വേണ്ടി ഞാൻ വന്നതാണ് ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് ഉദയ്പൂരിൽ നിന്ന് ജോധ്പൂരിലേക്ക് എത്താനായി ലേറ്റായി എന്ന് വെച്ചാൽ 10:30 രാവിലെ ഇറങ്ങിയതാണ് ഞാൻ ഉദയ്പൂരിൽ നിന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു മോശമായൊരു ഇൻസിഡൻറ്റ് ഉദയ്പൂരിൽ നിന്ന് ജോധ്പൂരിലേക്ക് വരുന്ന വഴിക്ക് എനിക്കുണ്ടായി. സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഉദയ്പൂരിൽ നിന്ന് ജയ്പൂരിലേക്ക് വരാൻ ഒരു 5-6 മണിക്കൂറാണ് ഉള്ളത്. അപ്പോൾ ഞാൻ രാവിലെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലിഫ്റ്റ് മേടിച്ച് പോവാം. അപ്പം സമയമുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ലിഫ്റ്റ് മേടിച്ച് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ 3-4 വണ്ടിക്ക് ലിഫ്റ്റൊക്കെ മേടിച്ചു. 3-4 വണ്ടി നിർത്തി അങ്ങനെ മേടിച്ചിട്ട് 1.5 മണിക്കൂറോളം ഞാൻ ലിഫ്റ്റ് മേടിച്ച് പോയി. പകുതി കഴിയുമ്പോഴേക്കും ഞാൻ ബൈപ്പാസിൻ്റെ നടുക്കെത്തി. ഞാൻ ഹൈവേയുടെ മിഡിലായപ്പോൾ എത്തിയിട്ട് കുറച്ച് ലൈക്ക് അതേപോലെ ക്യാഷ് ലിഫ്റ്റ് മേടിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ നിർത്തി. ഒരു രാജസ്ഥാൻകാരൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഹിന്ദി അങ്ങനെ അറിയാത്തതുകൊണ്ട് പുള്ളി എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് ഇംഗ്ലീഷും അറിയില്ലായിരുന്നു. സോ ഞാൻ അധികം മിണ്ടിയില്ല, ജസ്റ്റ് പോവായിരുന്നു ഞാൻ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി വേറെ വഴിയിൽ ഷോർട്ടിലേക്ക് വണ്ടി കയറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നേരെയാണ്, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി നേരെയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെയും കൊണ്ട് വീണ്ടും നേരെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോധ്പൂരിലേക്ക് തന്നെ ആയിരിക്കും പുള്ളി വേറെ വഴി കയറുമെന്ന് ചോദിച്ചിട്ട് ഞാനും കൂടെ പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് അയാൾ വീണ്ടും ഇതേപോലെ ഷോർട്ടിലേക്ക് കയറ്റി. അപ്പോൾ പറഞ്ഞു ഷോർട്ട് കട്ടാണെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ വിശ്വസിച്ചു, കാരണം മാപ്പിലും അതുപോലെ ഷോർട്ട് കട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഗൂഗിൾ മാപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കയറി പിന്നെയും ഷോർട്ട് കട്ട് ഇറങ്ങി, പിന്നെ വീണ്ടും ബൈപ്പാസിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചും കൂടിയും നേരെ മുമ്പോട്ട് പോയപ്പോൾ ഇയാൾ വീണ്ടും ഇതേപോലെ ഷോർട്ടിലേക്ക് കയറ്റി. അപ്പോൾ അതും കുറച്ച് കയറി കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ബൈപ്പാസ് എത്തുന്നില്ല, ലൈക്ക് ഹൈവേ എത്തുന്നില്ല. ഇതേതോ ഒരു ഗ്രാമത്തിലേക്കാണ് കയറി പോകുന്നത്. ഗ്രാമമൊന്നും പറയാനും പറ്റില്ല. ലൈക്ക് ഒരു വീടില്ല, ഷോപ്പില്ല, വഴിയില്ല, റോഡ് പോലില്ല, ഒരു വണ്ടി പോലും ആ വഴി കാണാനില്ല. അപ്പോൾ 1 മണിക്കൂറോളം ഇയാൾ ഈ വഴി കൂടെ പോയി. പെട്ടെന്ന് അയാൾ വണ്ടി നിർത്തി. ഹിന്ദിയിൽ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി ഒന്നും മിണ്ടുന്നില്ല. ഞാൻ എന്നോട് ഫോൺ ചോദിച്ചു. ഫോൺ ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചു ഫോണിന് എത്ര വില അങ്ങനെയൊക്കെ എന്നോട് ഹിന്ദിയിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇങ്ങനെ അധികം ഒന്നും മിണ്ടിയില്ല. ഞാൻ ഒന്നും അറിയില്ല പോലെ മിണ്ടാതെ ഞാൻ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എന്തെങ്കിലും മേടിച്ചിട്ട് വണ്ടി കയറാൻ പറഞ്ഞു. ഫോൺ തരാൻ പറഞ്ഞാൽ പുള്ളി ഫോൺ തരുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും കുറച്ച് വീണ്ടും 1 മണിക്കൂറോളം കഴിഞ്ഞിട്ട് പുള്ളി വീണ്ടും ഹൈവേ കയറി കഴിഞ്ഞ് റോഡ് സൈഡ് എത്തിയപ്പോൾ പുള്ളി എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി എന്നാലും ലൈക്ക് വണ്ടിയുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ആ കടയിൽ പോയി വെള്ളം മേടിച്ചുകൊണ്ട് പോവാ അങ്ങനെ എന്തോ മേടിക്കാൻ പറഞ്ഞോട്. പക്ഷേ ഞാൻ പോയില്ല, കാരണം എനിക്കറിയാം, എനിക്ക് നല്ല ഡൗട്ട് അടിച്ചു. കാരണം പുള്ളി എന്നെ അവിടെ ആക്കിയിട്ട് ഫോണും കൊണ്ട് മുങ്ങാൻ വേണ്ടിയായിരുന്നു പുള്ളിയുടെ പ്ലാൻ. എന്നിട്ട് ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ പുള്ളിയോട് വരാൻ പറഞ്ഞു, പുള്ളി വരുന്നുമില്ല. അതിന് ഇതേപോലെ 2 ഷോപ്പിൽ നിന്ന് അങ്ങനെ ആക്കി. പുള്ളി ഇറങ്ങുന്നില്ല. പിന്നെ പുള്ളി ബൈപ്പാസ് കൂടെ പോകുന്ന വഴിക്ക് വീണ്ടും ഇതേപോലെ ഗ്രാമത്തിലേക്ക് കയറ്റാൻ നോക്കി. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് കയറ്റിയ ഒന്നില്ലെങ്കിൽ ഞാനും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫോണ് പോകുന്ന ഉറപ്പായത്തോടെ ഞാൻ ഇപ്പോഴത്തെ വണ്ടിയിൽ നിന്ന് ചാടി ഫോണും മേടിച്ച് ഓടാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ബട്ട് ഫോൺ അയാളുടെ പോക്കറ്റിലായിരുന്നു. അയാൾ തരാൻ തയ്യാറായില്ല. ഞാൻ വണ്ടിയിൽ നിന്ന് ഞാനും അയാളും വണ്ടിയിൽ നിന്ന് വീണ് അവിടെ നിന്ന് ഒരു ചെറിയൊരു തല്ലുണ്ടായി. ഞാൻ നല്ല തല്ലുപിടുത്തുണ്ടായി. ആ തല്ലിനിടയ്ക്ക് എനിക്ക് നല്ല തല്ലും കിട്ടി. കല്ലൊക്കെ എടുത്ത് എനിക്ക് എറിഞ്ഞു. എൻ്റെ കൈയിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരു കല്ലുകൊണ്ട് വീങ്ങിയുണ്ട്. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ചെറിയ തോല് പോയി. അധികമൊന്നും പറ്റിയില്ല. ഞാൻ പിന്നെ അലറാൻ പറ്റി അത്ര അലറി. അപ്പോഴേക്കും അവിടുത്തെ ലോക്കൽസ് എല്ലാവരും വന്ന് എന്നോട് എനിക്ക് അറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ കരിഞ്ഞു പറഞ്ഞ ലോക്കൽസിനോട് എന്നെ ഇതാക്കി പറഞ്ഞു. അപ്പോൾ ലോക്കൽസ് ആൾ കൂടിയപ്പോൾ ഇയാൾ പേടിച്ച് ഫോണ് അപ്പം ആ സമയത്ത് ഞാൻ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത്. അപ്പോൾ അപ്പോഴേക്ക് ഇയാൾ പോലീസുകാരൊക്കെ ലോക്കൽസ് വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം ആക്കിയപ്പോൾ ഇയാൾ പിന്നെ വേഗം മുങ്ങി. എൻ്റെ അവിടുത്തെ ലോക്കൽ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കി. പോലീസുകാർക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അപ്പോൾ പോലീസുകാരുടെ ഞാൻ നല്ല കാര്യം വിശദീകരിച്ച് പറഞ്ഞു. പക്ഷേ പോലീസുകാർ എന്നോട് എടുത്ത ഭാഗത്ത് ആദ്യം ചോദിച്ചത് ഞാൻ ഏത് മതം എന്നായിരുന്നു. അതോടെ മനസ്സിലായി, ലൈക്ക് നോർത്ത് ഇന്ത്യ ആണല്ലോ, ഇവിടെ ഇങ്ങനെയാണല്ലോ. നമുക്ക് നേരത്തെ ഓരോരുത്തരും ഇങ്ങനെ ബ്ലോഗേഴ്സ്മാരൊക്കെ പറയുന്ന കേട്ട് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ വലിയ കാര്യമാക്കിയില്ല അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു പോലീസുകാർ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു എനിക്ക് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി തന്നാൽ മതി, എനിക്ക് ജോധ്പൂരിലേക്ക് പോകാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി തന്നാൽ മതി പറഞ്ഞു ഞാൻ. പോലീസുകാർ എന്നെ മെയിൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ സമയം ഒരു 3:30 കാണും. പിന്നെ 4 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ജോധ്പൂരിലേക്ക് ബസ് കിട്ടി. പിന്നെ നൈറ്റ് ആയപ്പോഴാണ് ഞാൻ ജോധ്പൂർ എത്തിയത്. ലൈക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം എനിക്കൊരു 3-4 മണിക്കൂർ നഷ്ടമായി എന്നുള്ളത് പോട്ടെ. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ദൈവാനുഗ്രഹം ഉണ്ടെന്ന് വേണം പറയാം. ലൈക്ക് എനിക്കൊന്നും പറ്റിയില്ല. ഫോണും എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് തിരിച്ച് കിട്ടി. ലൈക്ക് ഇത് പുള്ളി മോഷ്ടിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ശ്രമം. ഇതിനു മുമ്പും ഇത്രയും ദൂരം വന്നതൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഉദയ്പൂരിന് ഞാൻ രാജസ്ഥാനിൽ ജോധ്പൂരിലേക്ക് പോകുന്ന വഴിയാണ് ഇയാൾ ഏതോ കാട്ടിക്കൂടെ കയറ്റിയിട്ട് വീണ്ടും ഇറങ്ങിയത്. പക്ഷേ
രാജസ്ഥാൻ അഹമ്മദാബാദിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈമും നല്ല കൂടുകയും ചെയ്തു. ലൈക്ക് 4 മണിക്ക് കയറി ഞാൻ നൈറ്റ് 10 മണിയാവാൻ എത്താൻ. അപ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ലൈക്ക് ഇത്രയും ഡിസ്റ്റൻസ്, ലൈക്ക് 3-4 മണിക്കൂർ യാത്ര ഞാൻ ചെയ്യാൻ വരുവാണെങ്കിൽ ഒരിക്കലും ഞാൻ ലിഫ്റ്റ് മേടിക്കില്ല. ഒന്നെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ ബസ്സായിരിക്കും ഞാൻ കൂടുതലും ട്രെയിൻ തന്നെ ആയിരിക്കും അഫോർഡ് ചെയ്യുക. കാരണം ചീപ്പാണല്ലോ ട്രെയിൻ, ഇന്ത്യൻ റെയിൽവേ. സോ എല്ലാവരും ഇനി നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ വരുവാണെങ്കിൽ ഇതേപോലെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഭാഷ അറിയാത്തവരായിട്ട് നമ്മൾ മാക്സിമം നോക്കണം, ഭാഷ അറിഞ്ഞിട്ടെങ്കിലും വരാൻ നോക്കുക. ലൈക്ക് എന്നാലേ എന്നെപ്പോലെ കുടുങ്ങിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ താങ്ക് യു, ബൈ, സീ യു.